തടിക്ക് പുറത്തു നിർത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ സ്പോൺസർഷിപ്പ് മാനദണ്ഡങ്ങൾ പൊളിച്ചെഴുതി. ഇനി മുതൽ സന്നിധാനത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സ്വീകരിക്കുക കോർപ്പറേറ്റ് കമ്പനികളുടെയും പ്രമുഖ സ്ഥാപനങ്ങളുടെയും സ്പോൺസർഷിപ്പ് മാത്രം. അന്നദാന ഫണ്ടിലേക്ക് മാത്രം വ്യക്തി കേന്ദ്രീകൃത സംഭാവനകൾ അനുവദിക്കും. സ്പോൺസർഷിപ്പ് നൽകാൻ താൽപര്യമുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ സമർപ്പിക്കുന്ന അപേക്ഷകൾ ദേവസ്വം വിജിലൻസ് പരിശോധിക്കും. ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ന്യൂസ് മലയാളം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരു അശോകൻ ചേരുന്നു. അനുരു, ഗുഡ് മോർണിംഗ്. ഒരു സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളാണ് ഇന്ന് രാജ്യം മുഴുവൻ തന്നെ ചർച്ച ചെയ്യുന്ന ശബരിമല വലിയ സ്വർണ്ണക്കൊള്ളയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനിയും അത്തരത്തിലൊരു അമളി പറ്റാൻ പാടില്ല എന്ന കരുതിക്കൂട്ടിയുള്ള നീക്കത്തോടു കൂടി തന്നെയാണോ ദേവസ്വം ബോർഡിന്റെ പോക്ക്? ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് സേതു. ശബരിമലയിൽ ഭക്തരായി എത്തുകയും പിന്നെ സ്പോൺസറായി മാറുകയും ഒടുവിൽ ശബരിമലയുടെ സന്നിധാനത്തിൻ്റെ അയ്യപ്പനിരിക്കുന്ന മേൽക്കൂര വരെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നിലവിലെ ദേവസ്വം ബോർഡിനെയും അല്ലെങ്കിൽ മുൻകാല ഭരണസമിതി അടക്കം സർക്കാരിനെ അടക്കം നാണക്കേടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ നിലവിലെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ സ്പോൺസർമാരാണ് ആവശ്യങ്ങളുമായി ദേവസ്വം ബോർഡിനെ അങ്ങോട്ട് സമീപിക്കുകയും പിന്നീട് ദേവസ്വം ബോർഡ് ഭരണാധികാരികളടക്കം അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ദേവസ്വം ബോർഡിന് എന്താണോ വേണ്ടത് അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ഈ തീരുമാനവുമായി അവർ സ്പോൺസർമാരെ സമീപിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ ഇത്തരത്തിൽ ഈ സ്പോൺസർമാരായി വരേണ്ടത് കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാപനങ്ങളോ ആയിരിക്കണം എന്നുള്ളതുണ്ട്. കൂടാതെ വ്യക്തികൾക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ ആ തുക അവർ നിക്ഷേപിക്കേണ്ടത് അന്നദാന ഫണ്ടിലേക്കാണ്. ഈ ഫണ്ടിൽ നിന്ന് ബോർഡിന് എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തിയോ മറ്റെന്തെങ്കിലും അവിടെ സന്നിധാനത്തോ പമ്പയിലോ എവിടെയെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രം ആ അന്നദാന ഫണ്ടിൽ നിന്ന് ബോർഡ് ഈ പണം ഉപയോഗിച്ച് അവിടെ എന്താണെന്ന് വെച്ചാൽ കെട്ടിട നിർമ്മിതിയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിർവഹിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഈ പറയുന്ന രീതിയിൽ ഈ വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ വരികയാണെങ്കിൽ അത്തരത്തിൽ അവരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രാഥമിക അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തും. ഇതിനുശേഷം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കം ശേഖരിച്ച ശേഷമേ ഇത്തരക്കാരെ ശബരിമലയിലേക്ക് പടികയറ്റൂ എന്നുള്ളതാണ് നിലവിലെ ഭരണസമിതിയുടെ തീരുമാനം. കൂടാതെ കോർപ്പറേറ്റ് കമ്പനികൾ വരുമ്പോൾ ഇവർക്ക് എന്താണ് ഇവരുടെ വരുമാന സ്രോതസ് കാണിക്കണം, ഇവരുടെ ആദായ നികുതി റിട്ടേൺസുകൾ കൃത്യമായി കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാട് കൂടി ദേവസ്വം ഭരണസമിതി എടുത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് ഒരു തീരുമാനമുണ്ടാക്കുമെന്നുള്ളതാണ് കാരണം. കൂടാതെ മറ്റൊരു തീരുമാനമെന്ന് പറയുന്നത് ശബരിമലയിലെ മുറികൾ ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലായ ഏകദേശം 690 മുറികളാണുള്ളത്. ഇത് ഇനിയുള്ള ഈ വരുന്ന മണ്ഡലകാലം മുതൽ ഇതിൽ ആവശ്യമുള്ളവ മാറ്റി നിർത്തിയ ശേഷം മറ്റു മുറികൾ ഈ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വിട്ടുകൊടുക്കും. ഓൺലൈൻ വഴി ബാക്കിയുള്ളവർക്ക് ബുക്ക് ചെയ്യാം. മുൻകാലങ്ങളിലൊക്കെ ദേവസ്വം വിജിലൻസിൻ്റെ പരിശോധനയിൽ ഏകദേശം ഒരു 25 മുറികൾ ശബരിമലയിലെ തന്നെ ഒരു ആംബുലൻസ് ഡ്രൈവർ കൈവശം വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. 15 വർഷത്തോളമാണ് ഇദ്ദേഹം കൈവച്ചത്. ഇതിനുശേഷം ഇദ്ദേഹം ഈ മുറികൾ വാടകയ്ക്ക് മറിച്ചു കൊടുത്ത് പണം സമ്പാദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇനി മുതൽ അത്തരത്തിലുള്ള ഒരു ഏർപ്പാടുകളും വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ഭരണസമിതിക്ക്. കൂടാതെ ശബരിമലയിലെ പണമിടപാടുകളെല്ലാം തന്നെ ഓൺലൈനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരമാവധി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറും. അരവണ കൗണ്ടറുകൾ നിലവിൽ 2 കൗണ്ടറുകളാണ്. ഇതെല്ലാം ഒരൊറ്റ കൗണ്ടറുകളിലേക്ക് മാറ്റുന്നതിനും ഒരു തീരുമാനം ആയി വരുന്നുണ്ട്. കൂടാതെ ഇത്തവണ ഈ മണ്ഡലകാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മാസ് ക്ലീനിങ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു മാസ് ക്ലീനിങ് അവിടെ നടത്തണം. കാരണം വർഷങ്ങളായി ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ആ ഒരു കുഴിയിൽ പോയി ചാടരുത് എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡ് മുൻകൂട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ നീക്കുന്നു എന്ന് വേണം ഈ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ.